നമസ്കാരം. ഒരു കാരണമുണ്ടാക്കി ജനതയോട് യുദ്ധം ചെയ്ത് സ്വയം കുഴി തോണ്ടി അതിലേക്ക് ചാടി ജീവൻ വെടിയുക എന്നത് ലോകം കണ്ട ഫാസിസ്റ്റ് ക്രൂരരുടെ മൊത്തം വിധിയാണ്. ഒന്നുകിൽ അവരെ ജനം കൈകാര്യം ചെയ്യും, ഇല്ലെങ്കിൽ ജനത്തെ ഭയന്നവർ സ്വയം അവസാനിപ്പിക്കും. ഹിറ്റ്ലറും മുസോളിനിയും എക്കാലത്തും ഉദാഹരണങ്ങളാണ് ഈ കാര്യത്തിന്. സ്വയം കുഴി തോണ്ടി അതിൻ്റെ ഒരറ്റത്തേക്കുള്ള യാത്രയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയെ മുച്ചൂടും നശിപ്പിക്കാൻ ഇറങ്ങി മനുഷ്യരെ നിരന്തരം കൊന്നൊടുക്കുന്ന ഇസ്രായേൽ സേനയുടെ തലപ്പത്തിരിക്കുന്ന നെതന്യാഹുവിന് അന്താരാഷ്ട്ര തലത്തിലും സ്വന്തം നാട്ടിലും തിരിച്ചടികളുടെ കാലമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി മുതൽ ഇസ്രായേലിലെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പ് വരെ നെതന്യാഹുവിനെ കുഴക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് കാര്യത്തിലേക്ക് അതുകൊണ്ട് തന്നെ കടക്കുകയാണ്. ആദ്യം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്നുള്ള കനത്ത തിരിച്ചടിയുടെ ഒരു വിശദാംശമാണ്. യുദ്ധ കുറ്റവാളി എന്ന നിലയിൽ നെതന്യാഹുവിനെതിരായി 2024 പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് പിൻവലിക്കണം എന്ന ആവശ്യം അന്താരാഷ്ട്ര നീതിന്യായ കോടതി തള്ളിയതാണ് ഏറ്റവും വലിയ തിരിച്ചടി. 3 പേർക്കാണ് അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഹമാസ് നേതാവ് മുഹമ്മദ് ദയീഫ് എന്നിവർക്ക്. മുഹമ്മദ് ദയീഫിനെ ഇസ്രായേൽ നേരത്തെ വധിച്ചു. നെതന്യാഹു ICCയിൽ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് അറസ്റ്റിനുള്ള ഉത്തരവ് വീണ്ടും ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നത്. വാർത്ത ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2024 നവംബർ 21-നാണ് ICC പ്രീ ട്രയൽ ചേംബർ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും എതിരെ അറസ്റ്റ് വാറണ്ടുകൾ പുറത്തിറക്കിയത്. നെതന്യാഹു ഗാസയിലെ സംഘർഷത്തിനിടെ 2023 ഒക്ടോബർ 8 മുതൽ 2024 മെയ് 20 വരെയുള്ള കാലയളവിൽ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യത്വത്തിനെതിരായ കുറ്റങ്ങളും ചെയ്തതായുള്ള ആരോപണത്തിലാണ് വാറണ്ട്. ഇതിൽ യുദ്ധത്തിന്റെ ഭാഗമായുള്ള ക്ഷാമം, ഗാസയിലെ സിവിലിയൻ ജനതയ്ക്കെതിരായി ഭരണകൂടത്തെ ഉപയോഗിച്ചുള്ള വ്യാപകമായ ആക്രമണങ്ങൾ, കൊലപാതകം, പീഡനം, മറ്റു മനുഷ്യവിരുദ്ധമായ പ്രവൃത്തികൾ എന്നിവ ഉൾപ്പെടുന്നു. ഗാസയിൽ ഭക്ഷണം, വെള്ളം, വൈദ്യുതി, ഇന്ധനം, മെഡിക്കൽ വിതരണങ്ങൾ എന്നിവ നിഷേധിക്കുന്നതിലൂടെ സിവിലിയൻ ജനതയെ നശിപ്പിക്കാൻ ആസൂത്രിതമായി നീക്കം നടത്തിയതായി ICC കണ്ടെത്തി. ഇത് കുട്ടികൾ ഉൾപ്പെടെയുള്ള സിവിലിയന്മാരുടെ മരണത്തിന് കാരണമായി. ICC റോം സ്റ്റാറ്റ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ 125 അംഗ രാജ്യങ്ങൾക്ക്, ICCയിൽ ഉൾപ്പെടുന്ന 125 അംഗ രാജ്യങ്ങൾക്ക് നെതന്യാഹുവിനെയും ഗാലന്തിനെയും അവരുടെ രാജ്യത്തെത്തിയാൽ അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യത ഇതുമൂലം ഉണ്ട്. അത്തരത്തിലുള്ളൊരു നിയമ സംവിധാനമാണത്. ഇസ്രായേൽ ICCയുടെ നടപടിയെ നീതിവിരുദ്ധവും അന്താരാഷ്ട്ര നിയമത്തിൻ്റെ ദുരുപയോഗവും എന്നാണ് വിമർശിച്ചത്. 2025 മെയ് 9-ന് ഇസ്രായേൽ ICCയോട് വാറണ്ട് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് തള്ളപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെതന്യാഹുവിൻ്റെ അടുത്ത അപ്പീലും ICC തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നെതന്യാഹു ICC അംഗരാജ്യങ്ങളിൽ സന്ദർശനം നടത്താത്തതിനാൽ അറസ്റ്റ് നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനവസരവും ഉണ്ടാക്കാതെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ICC അംഗരാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ അതത് രാജ്യങ്ങൾക്ക് ബാധ്യതയുണ്ട്. പക്ഷേ അത് എത്രമാത്രം നടപ്പാക്കപ്പെടും എന്നത് സംശയകരമാണ്. മാത്രമല്ല, അദ്ദേഹം രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരത്തിലുള്ള നീക്കം, അങ്ങോട്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്മ്യൂണിക്കേഷനൊന്നും സാധ്യത ഇല്ലാത്ത നിലയിലായിരിക്കും ഇടപെടുക. ഈ വാറണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നെതന്യാഹുവിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെ പരിമിതപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ ICC അംഗരാജ്യങ്ങളിൽ. എന്നാൽ അമേരിക്ക പോലുള്ള ICC അംഗമല്ലാത്ത രാജ്യങ്ങളാണ് നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ സുരക്ഷിത മേഖല. ഇന്ത്യ അടക്കമുള്ള പല പ്രമുഖ രാജ്യങ്ങളും ICCയിൽ അംഗമല്ല എന്നുള്ളതും അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു തുറന്ന സാധ്യതയാണ്. ICCയുടെ ഉത്തരവ് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരായ നിലപാടുകൾക്ക് ആക്കം കൂട്ടും. യൂറോപ്യൻ യൂണിയന്റെ ബഹിഷ്കരണ ആലോചനകൾ ഇതോടെ ശക്തിപ്പെടും എന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ഗാസയിലെ ആക്രമണം എല്ലാ അതിരുകളും കടന്നാണ് സൈന്യം നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഗാസ സിറ്റിയിലെ ഏക കാത്തോലിക്ക പള്ളി വ്യാഴാഴ്ച ആക്രമിച്ചതോടെ വത്തിക്കാന്റെ അടക്കം പ്രതിഷേധം ഏറ്റുവാങ്ങുകയാണ് ഇസ്രായേൽ. നമ്മൾ ഈ വീഡിയോയിൽ രണ്ടാമതായി പറയാൻ പോകുന്നത് ഈ ആക്രമണത്തെക്കുറിച്ചാണ്. വ്യാഴാഴ്ചയാണ് ഗാസ സിറ്റിയിലുള്ള ഏക കത്തോലിക്ക പള്ളി ആക്രമിച്ച് ഇസ്രായേൽ സേന 2 സ്ത്രീകളെ കൊലപ്പെടുത്തിയത്. ഈ വാർത്ത ആഗോളതലത്തിൽ കടുത്ത വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. ഗാസയിലെ ഏക കാത്തോലിക്ക പള്ളിയായി ഗാസ സിറ്റിയിലെ ഹോളി ഫാമിലി പള്ളി തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. യുദ്ധം ആരംഭിച്ചതിന് ശേഷം മേഖലയിലെ ക്രൈസ്തവരുടെ അഭയ കേന്ദ്രമായി അത് പ്രവർത്തിക്കുകയായിരുന്നു ഹോളി ഫാമിലി ചർച്ച്. നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഇവിടെയാണ് ജീവിച്ചു പോരുന്നത് ഈ യുദ്ധകാലത്ത്. ലത്തീൻ പാത്രിയാർക്കേറ്റ് ഓഫ് ജെറൂസലേമിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് 2 സ്ത്രീകളുടെ മരണമാണ്. 70 വയസ്സുള്ള നഹിദ ഖലീൽ ആന്റൺ, അവരുടെ 50 വയസ്സുള്ള മകൾ സമർ കമൽ ആന്റൺ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അവർ പള്ളി സമയത്ത് സഹോദരിമാരുടെ കോൺവെന്റിലേക്ക് പോകുന്നതിനിടയിൽ സ്നൈപ്പർ വെടിവെച്ചാണ് കൊല്ലപ്പെട്ടത്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ഒരാൾ മറ്റൊരാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് വെടിവെച്ചു വന്നത്. മറ്റ്
മറ്റ് 7 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അവർ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വെടിയേറ്റ് വീണത്. അക്രമത്തിന്റെ ഭാഗമായി മാതാ തെരേസ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിനെ ലക്ഷ്യമിട്ട് ഒരു റോക്കറ്റ് ആക്രമണം നടന്നതായും റിപ്പോർട്ടുണ്ട്. ഈ ആക്രമണത്തിലും 3 പേർക്ക് പരിക്കേറ്റു. എന്നാൽ ഇസ്രായേൽ പ്രതിരോധ സേന ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലാം പറയുന്ന പോലെ തന്നെ പള്ളിയിൽ ഒരു ആക്രമണം നടന്നതിന്റെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല എന്നും സിവിലിയന്മാരെ ഞങ്ങൾ ലക്ഷ്യമിടുന്നില്ല എന്നും ഇസ്രായേൽ സേന പതിവ് പോലെ വിശദീകരിക്കുകയാണ്. ഇതിനിടയിൽ പോപ്പ് ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ടെററിസവും യുദ്ധവും എന്ന് അദ്ദേഹം കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. പള്ളിയിൽ ഭീകരർ ഒന്നുമില്ല എന്നും അവിടെ കുടുംബങ്ങൾ, കുട്ടികൾ, അശക്തരായവർ, സന്യാസിനികൾ എന്നിവർ മാത്രമാണുള്ളതെന്നും പോപ്പ് ചൂണ്ടിക്കാണിച്ചു. ഗാസയിലെ യുദ്ധത്തിന് ഒരു അന്ത്യമുണ്ടാകണമെന്നും വത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഗോളതലത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ ഗാസ അധിനിവേശത്തിനും ആക്രമണത്തിനുമെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ഉയർത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതിന് ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ നടന്ന ആക്രമണം ആക്കം കൂട്ടുകയാണ്. ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ആലോചിച്ച ഉപരോധ മാർഗങ്ങൾ ഈ സാഹചര്യത്തിൽ വേഗത്തിലാക്കാനുള്ള നീക്കവും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ തയ്യാറാക്കിയ ആ പ്രപ്പോസൽ അതിവേഗം പരിഗണിക്കപ്പെടുന്നതായാണ് റിപ്പോർട്ടുകളിലുള്ള സൂചന. ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് നിർണായകമായ മൂന്നാമത്തെ കാര്യം ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ആഭ്യന്തരമായി ഇസ്രായേൽ കടുത്ത എതിർപ്പുകൾ നേരിടുകയാണ് നെതന്യാഹു. ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നെതന്യാഹുവിൻ്റെയും സൈന്യത്തിൻ്റെയും ഏകപക്ഷീയമായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് സ്വന്തം കക്ഷിയിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പ് ഉയരുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഗാസയിലെ ആക്രമണം, ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്നുള്ള എതിർപ്പ്, അഴിമതി ആരോപണങ്ങൾ, ഇങ്ങനെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാവുന്ന സാഹചര്യമുണ്ട്. നെതന്യാഹു ആയതുകൊണ്ട് എന്ത് കുടില ബുദ്ധിയിലൂടെയും അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുമെന്ന യാഥാർത്ഥ്യവും അപ്പുറത്തുണ്ട്. യുണൈറ്റഡ് തോറ ജൂദായിസത്തിലെ 2 വിഭാഗങ്ങൾ ഭരണകക്ഷിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചതാണ് ഒടുവിലത്തെ പ്രധാന ഡെവലപ്മെന്റ്. നിർബന്ധിത സൈനിക സേവന ബില്ലുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് നെതന്യാഹു സർക്കാരിൻ്റെ പ്രധാന ഭരണ പങ്കാളികളിൽ ഒന്നായ കക്ഷി സഖ്യം വിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ പ്രഖ്യാപനം നെതന്യാഹുവിനും ഭരണകക്ഷിക്കും സർക്കാരിനാകെയും ക്ഷീണമുണ്ടാക്കും. തീരുമാനം മാറ്റാൻ അവരെ പ്രേരിപ്പിച്ചില്ല എങ്കിൽ സർക്കാരിൻ്റെ ഭൂരിപക്ഷം കാര്യമായി കുറയും. പാർലമെൻറ്റിലടക്കം നിയമങ്ങൾ പാസ്സാക്കുന്നതിനടക്കം പ്രതിസന്ധി ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. തീവ്ര യാഥാസ്ഥിതിക ജൂതമത വിശ്വാസികൾക്ക് സൈനിക സേവനത്തിന് ഇളവ് നൽകുന്നത് അവസാനിപ്പിക്കണം എന്നാണ് ബില്ലിൽ പറയുന്നത്. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലായിടത്തും ഇപ്പോൾ ഇറാനിലടക്കം അങ്ങോട്ട് പോയി ആക്രമിക്കുന്ന സാഹചര്യത്തിൽ സൈനിക സേവനത്തിന് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമത്തിലേക്ക് അവർ കടന്നത്. സാമ്പത്തികമായും പ്രതിരോധ മേഖലയിൽ പ്രശ്നത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഈ പുതിയ നിയമത്തിൻ്റെ പേരിൽ തീവ്ര യാഥാസ്ഥിതിക സമൂഹവും നെതന്യാഹുവും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. 21 മാസമായി ഗാസ യുദ്ധം തുടരുന്നതോടെ ഈ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി. അടിയന്തരമായി ഈ നിയമം നടപ്പാക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നതോടെ ഇതിൻ്റെ കൂടി ഫലമായാണ് ബന്ധം വേർപെടുത്തൽ. ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് ഫാദർഷ് പാർട്ടി, ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ പീസ് ആൻഡ് ഈക്വാലിറ്റി, ഗാസയിലെ യുദ്ധത്തിനെതിരെ പരസ്യമായ എതിർപ്പുമായി രംഗത്തുണ്ട്. ഗാസയിൽ 55,000-ലധികം പലസ്തീൻകാരുടെ മരണത്തിന് ഉത്തരവാദി നെതന്യാഹു ആണ് എന്ന് ഫാദർഷ് പാർട്ടി ആരോപിച്ചു. അവർ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് സജീവമായി രംഗത്തുണ്ട്. കാരണം ഇത് ജനാധിപത്യത്തിൻ്റെ നാശത്തിനും ഗാസയിലെ മനുഷ്യത്വ വിരുദ്ധ സാഹചര്യങ്ങൾക്കും വഴിവെച്ചതായി അവർ വാദിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ യെറൂശലേമിലും ടെൽ-അവീവിലും പ്രതിഷേധിച്ച് നെതന്യാഹു പുറത്തുപോയാൽ സമാധാനം വരും എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി ചെറുതായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് രംഗത്തുണ്ട്. അവർ ഗാസയിലെ ഒരു മനുഷ്യത്വരഹിത സാഹചര്യം സൃഷ്ടിച്ചതിന് അന്തർദേശീയ ക്രിമിനൽ കോടതിയുടെ ICCയുടെ നെതന്യാഹുവിനെതിരായ വാറണ്ടിനെ പിന്തുണക്കുന്ന സ്ഥിതി വരെ എത്തി. അഴിമതി കേസുകൾ രാഷ്ട്രീയ ജീവിതത്തിന് ഭീഷണി നേരിടുന്ന ഘട്ടത്തിൽ നെതന്യാഹു ഈ അഴിമതി കേസിനെ അതിജീവിക്കാനുള്ള ഒരു മാർഗമായി കൂടി ഈ യുദ്ധങ്ങളെയൊക്കെ കാണുകയാണ് എന്നുള്ളതാണ് ഉയർത്തപ്പെടുന്ന ആരോപണം. നെതന്യാഹു 2020 ശേഷം അഴിമതികളുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ, അതിൽ ഏറ്റവും പ്രധാനം 2019 വിചാരണ ആരംഭിച്ച കേസുകളാണ്. പക്ഷേ ഗാസയിലെ യുദ്ധം കാരണം വിചാരണ വൈകിപ്പിക്കുകയാണ്. ഗാസയിലെ യുദ്ധം വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രമാണ് എന്ന ആരോപണവും രാജ്യത്ത് ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ നെതന്യാഹുവിന് സ്വന്തം പാർട്ടിയായ ലിഖുദ് പാർട്ടിയിലും എതിർപ്പ് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ലിഖുദിന്റെ മുതിർന്ന നേതാവ് MK ഗിഡിയോൺ 2025 ജൂൺ 12 നടന്ന പാർലമെന്റ് പിരിച്ചുവിടൽ പ്രമേയത്തിന് വോട്ട് ചെയ്തതോടെയാണ്
ഇത് പരസ്യമായത്. യൂലി എഡൽസ്റ്റൺ പോലുള്ള മറ്റംഗങ്ങൾ ഗാസയിൽ യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടും രംഗത്തുണ്ട്. കാരണം അവർ പറയുന്നത് ഇത് ഇസ്രായേലിൻ്റെ ആഗോള സ്ഥാനത്തിന് ഹാനി വരുത്തുന്നു എന്നാണ്, രാജ്യത്തിൻ്റെ ഇമേജിന് കോട്ടം തട്ടിക്കുന്നു എന്ന്. നെതന്യാഹുവിൻ്റെ ഭരണത്തിനെതിരായ പ്രധാന എതിർപ്പ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുകൂടിയാണ്, പ്രത്യേകിച്ച് യായർ ലാപ്പിഡിൻ്റെ യഷ് അതിദ് പാർട്ടി. കഴിഞ്ഞ മാസം ഓപ്പോസിഷൻ പാർലമെന്റ് പിരിച്ചുവിടാൻ ബിൽ സമർപ്പിച്ച് പുതിയ തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടു എങ്കിലും അവസാന നിമിഷം ഗാസ യുദ്ധവുമായും ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യത്തിൽ സർക്കാർ ഈ വോട്ടെടുപ്പിൽ നിന്ന് തടി കഴിച്ചിലാക്കുകയായിരുന്നു. എന്നാൽ ഗാസയിലെ യുദ്ധവും ഇറാനുമായുള്ള സംഘർഷവും പോലുള്ള സാഹചര്യങ്ങളിൽ പ്രതിപക്ഷം താൽക്കാലികമായി അദ്ദേഹത്തെ പിന്തുണച്ച് രാജ്യത്തിൻ്റെ ഐക്യം എന്നുള്ള നിലയിൽ ഒരുമിച്ച് നിന്നു. അവർ രാഷ്ട്രീയമായ തീരുമാനങ്ങൾക്കെതിരെ പക്ഷേ വിമർശനം ഉന്നയിക്കുന്നത് തുടരുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തും അന്താരാഷ്ട്ര തലത്തിലും ആകപ്പാടെ നെതന്യാഹുവിന് ധൈര്യം നൽകുന്നത് ട്രംപിൻ്റെ തുറന്ന പിന്തുണ മാത്രമാണ്. അതുമാത്രം മതിയല്ലോ. ലോക പോലീസിലെ ട്രംപിൻ്റെ പിന്തുണ ഉറപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് സമാധാന നൊബേലിന് പേര് നിർദ്ദേശിച്ചുകൊണ്ടുള്ള കത്തുമായി നെതന്യാഹു അമേരിക്കയിൽ നേരിട്ട് പോയത്. അമേരിക്ക ICCയിൽ അംഗമല്ലാത്തതുകൊണ്ട് അറസ്റ്റ് ചെയ്യൂല. ലോക മനസാക്ഷി ഒന്നാകെ യുദ്ധ കുറ്റവാളി എന്ന് വിളിക്കുമ്പോഴും ഒരു കൂസലുമില്ലാതെ തൻ്റെ ഭരണകൂടത്തെ ഉപയോഗിച്ചുള്ള കൊടും കുറ്റകൃത്യങ്ങൾ ഗാസയിലെ നിസ്സഹായരായ മനുഷ്യർക്ക് നേരെ തുടരുകയുമാണ് നെതന്യാഹു. ലോകത്തെ എല്ലാ നീതിന്യായ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കിയുള്ള ക്രൂരത. കടുത്ത എതിർപ്പുകൾക്കിടയിലും അമേരിക്കയുടെ പിന്തുണയിൽ ഇനിയും എത്ര നാൾ ഈ തേരോട്ടം തുടരും എന്നതാണ് ലോകത്തിൻ്റെ മുന്നിലുള്ള ചോദ്യചിഹ്നം. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.